രാമേന്ദ്രൻ കേരള സ്റ്റോറി എന്ന തലക്കെട്ടിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു ദേശീയ സിനിമ വരികയുണ്ടായി. അത് കേരളത്തെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു സിനിമയാണോ? അത് കേരളത്തിൻ്റെ പൊതു സംസ്കാരത്തെ ആക്ഷേപിക്കുന്ന സിനിമയാണോ? കേരളത്തെ ഇകഴ്ത്തുകയോ ചെറുതാക്കി കാണിക്കുകയോ ചെയ്യുന്നുണ്ടോ? ആ സിനിമ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയെ പറ്റി ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പരാതി, അതിൻ്റെ ടീസറിൽ 32,000 പേര് ഇവിടെ നിന്ന് പോയി IS റിക്രൂട്ട്മെൻറ്റിനൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ തെറ്റായിരുന്നു എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ആ ടീസർ അത് കഴിഞ്ഞിട്ട് മാറ്റുകയും ചെയ്തു. അതായത് അതിലൊരു ഫിഗറിനെ പറ്റി, ഒരു കണക്കിനെ പറ്റിയിട്ടുള്ള ഒരു പരാതി. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് IS ഖൊറാസാനിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുള്ള പല ആളുകളും ഉണ്ട്. ഈ കേരള സ്റ്റോറിൽ അത് ബേസ് ചെയ്തത് നിമിഷ നായർ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്. അപ്പോൾ അതിൽ 2 പേരുകാരും ക്രൈസ്തവരാണ്. ആ 3 പേരുടെ അനുഭവങ്ങളിൽ കൂടിയിട്ടാണ് ആ സിനിമ വികസിച്ചത്. അതിനെ സംബന്ധിച്ചോ അതിൻ്റെ കഥയെ സംബന്ധിച്ചോ ഒന്നും ആർക്കും പരാതിയില്ലല്ലോ. ഒരു നമ്പർ കിട്ടിയപ്പോൾ ഒരു മുസ്ലിം പ്രീണനത്തിന് ഇത് ഉപകരിക്കും എന്ന് തോന്നിയിട്ടാണ് പാർട്ടിയും മറ്റും ഇവിടെയും ബംഗാളിലും അതുപോലെ തമിഴ്നാട്ടിലുമൊക്കെ ഏറ്റെടുത്തത്. ഇനി നമ്മൾ ഈ IS ഖൊറാസാനിലേക്ക് ഈ പോയ ചരിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ 2016 ജൂലൈ 10 കാസർഗോഡ് ഈ അബ്ദുൾ റഷീദ്, ഭാര്യ ഐഷ, ഈ അബ്ദുൾ റഷീദിന് 30 വയസ്സാണെന്ന് പറഞ്ഞിട്ട് ഈ അബ്ദുൾ റഷീദിൻ്റെ അച്ഛൻ ബാപ്പ ഒരു കേസ് കൊടുത്തു പോലീസിൽ. അബ്ദുൾ റഷീദ്, ഭാര്യ ഐഷ. ഈ ഐഷ എന്ന് പറയുന്ന ഈ ഭാര്യയാണ് സോണിയ സെബാസ്റ്റ്യൻ. മതം മാറിയിട്ടാണ് ഈ വിവാഹം ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടിയുണ്ട്. ഇവരെ കാണാനില്ല, 1 മാസമായിട്ട് കാണാനില്ല. മുംബൈയിൽ ചെന്നിട്ട് വിളിച്ചിരുന്നു, പിന്നെ കാണാനില്ല എന്ന് പരാതി വന്നിരുന്നു. അപ്പോൾ ഈ സോണിയ സെബാസ്റ്റ്യനെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 ഓഗസ്റ്റ് 1 അതായത് 1 മാസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചിട്ട് യാസ്മിൻ മുഹമ്മദ് സാഹിദ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ പിടിച്ചു. അവരും കുട്ടിയായിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോവാണ്. അവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരൊരു നെറ്റ്വർക്കിൽ പോയി പെട്ടിരിക്കുകയാണല്ലോ. അങ്ങനെയാണ് ഈ സോണിയ സെബാസ്റ്റ്യനെ പറ്റിയിട്ടുള്ള വേറെ ബോട്ട്സൊക്കെ പോലീസിന് കിട്ടുന്നത്. അപ്പോൾ ഈ IS ഖൊറാസാനിൽ അടുത്ത കാലത്ത് മലപ്പുറത്ത് നിന്ന് ഒരാൾ പോയി ചേർന്നു. അയാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ അറിയിച്ചു. അയാളുടെ ചിത്രമൊക്കെ വന്നിരുന്നു. പക്ഷെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ മുക്കി. ഞാൻ കണ്ടിരുന്നതാണത്. ഇത് 2015 തുടങ്ങിയതാണ് ഈ IS ഖൊറാസാൻ എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ പാകിസ്ഥാൻ അതിർത്തി നങ്കർഹാറിൽ തുടങ്ങിയതാണ്. ഈ 2019 എന്നിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ പോയ കുറേ ആളുകൾ കീഴടങ്ങി. ഇങ്ങനെ IS ഖൊറാസാനിലൊക്കെ പോയി ജയിലിലായവർ കീഴടങ്ങി. അതിൽ 300 പേര് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. ചൈന, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഉള്ളൊക്കെ ഉണ്ടായിരുന്നു ആളുകൾ. 1400 പേര് മൊത്തം 2019. ഇത് ഈ സിനിമയുടെ ഇതിവൃത്തമാണോ? ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ ലവ് ജിഹാദിൽ പെട്ടിട്ട് ഇവിടെ നിന്ന് ഈ ആളുകളെ ഈ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഒക്കെ ഈ പെടുത്തി കൊണ്ടുപോകുന്ന തീമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിനകത്ത് ഒരു പ്രശ്നം, ഇത് വർഷങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതിയിലൊരു കേസായിട്ട് ജസ്റ്റിസ് ശങ്കരൻ്റെ ബെഞ്ചിലാണ് വരുന്നത്. ജസ്റ്റിസ് ശങ്കരൻ അന്നത്തെ പോലീസ് മേധാവിയോട് ഇതേപ്പറ്റി അന്വേഷിച്ച് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെടുകയും പോലീസ് അങ്ങനെ ഒന്നില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇതപര്യന്തം രാഷ്ട്രീയ നേതാക്കളടക്കം കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ് പാർലമെൻറ്റിലും പുറത്തും ഒക്കെ പറയുന്നത്. ഇപ്പോഴും അങ്ങനെ പറയാൻ പ്രവണതയുള്ളവരാണ് കൂടുതൽ. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ പിന്നീട് അടിക്കടി വന്നുകൊണ്ടിരുന്ന സംഭവം.
അപ്പോൾ അതേപ്പറ്റി പരാമർശിക്കുന്ന ഒരു സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സത്യത്തിൽ അന്ന് കോടതി പറഞ്ഞപ്പോഴും അതിന് മറുപടി കൊടുത്തപ്പോഴും ഒക്കെ അങ്ങനെ ഒരു പ്രയോഗം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള നിലയ്ക്കാണ് അതൊരു ലിംഗ്വിസ്റ്റിക് പ്രോബ്ലമായിട്ടാണ് അന്ന് കൈകാര്യം ചെയ്യപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവിടുന്ന് IS ഖൊറാസാനിൽ പോയി ചേർന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടല്ലോ. കേരളത്തിൽ നിന്ന് പോയവരും ഉണ്ട്. 3 കേസ്. നമുക്ക് ആ പൊങ്കാലയൊക്കെ ഇടുന്ന ആറ്റുകാല് അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ നിമിഷയുടെ ഒക്കെ കഥയൊക്കെ നന്നായിട്ട് അറിയാവുന്ന വൈക്കത്ത് ഒരു പട്ടാളക്കാരൻ്റെ മകൾ. അതെ, പക്ഷെ അവര് അങ്ങോട്ട് പോയില്ലല്ലോ. ഇല്ല. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ വൈക്കത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് 77 ലക്ഷം രൂപ കേസിന് വേണ്ടിയിട്ട് ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പല്ലേ ചെലവാക്കിയത്, കപിൽ സിബലിനെ പോലുള്ള വക്കീൽമാരെയൊക്കെ വെച്ചിട്ടൊക്കെ. മാത്രമല്ല അന്ന് വിവാഹം ചെയ്ത ആളല്ലല്ലോ ഇപ്പൊ അവരുടെ ഭർത്താവായിട്ട് പറയുന്നത്. തിരുവനന്തപുരത്തെ ഒരു ഹോമിയോ ഡോക്ടറുടെ മകനാണല്ലോ. ഇപ്പോൾ ഹോമിയോ പഠിക്കുകയായിരുന്നല്ലോ കുട്ടി. അപ്പോ ഇതില് ഈ സിനിമയില് ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നാണ് തുടക്കത്തില് ഈ കുട്ടിയുടെ പേര്. ശാലിനി ഉണ്ണികൃഷ്ണൻ നേഴ്സാണ്. അവരെ പിന്നെ കൊണ്ടുപോയി ശേഷം അവർ ഫാത്തിമ എന്നുള്ള പേരിൽ മതം മാറുകയാണ്. അങ്ങനത്തെ കഥകളാണ്. അപ്പോൾ 2016, 2018 കാലത്ത് ഇങ്ങനെ മതം മാറിപ്പോയ ആളുകളാണ് നിമിഷ നായർ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, ഇവരൊക്കെ. അപ്പോൾ ക്രൈസ്തവ സഭ അതിനെ സംബന്ധിച്ച് കൺസേൺ ആകുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ചും ഈ കുടുംബ ബന്ധങ്ങളും ദാമ്പത്യ ജീവിതവും കെട്ടുറപ്പുള്ളതാക്കുവാൻ ക്രിസ്ത്യൻ സഭകൾക്ക് ഒരു പ്രത്യേക താല്പര്യം എപ്പോഴും ഉണ്ട്. കേരളത്തിലേക്ക് മാരേജ് കൗൺസിലിംഗ് ആദ്യമായി എഫക്റ്റീവായി നടപ്പാക്കി വരുന്ന അവരാണ്. അത് കണ്ടിട്ട് മറ്റ് സമുദായങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ഈ സിനിമയുടെ ഇതിവൃത്തം സൂക്ഷ്മ പരിശോധന ചെയ്യുന്നു. അതാണിപ്പോൾ ഇടുക്കി രൂപത ദൂരദർശനിൽ വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ 4-ാം തീയതി ഈ വിദ്യാർത്ഥികളുടെ ഒരു പഠന ക്ലാസ്സിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചു. വിശ്വാസോത്സവം പ്രദർശിപ്പിച്ചു, ചർച്ച ചെയ്തു. അത് അവരുടെ പഠനത്തിൻ്റെ ഭാഗമാക്കി. അതേസമയം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനെന്തർത്ഥമാണുള്ളത്? അതെ, ഇത് പക്ഷേ നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാല രൂപതയും ഇതിനെപ്പറ്റി ഒരു ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരുന്നു. അതെ അതെ. ലവ് ജിഹാദിനെ പറ്റിയിട്ട് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗവും അന്ന് ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ധാരാളം നമുക്കറിയാമല്ലോ, ഈ കറുപ്പ് കൃഷിയൊക്കെയുള്ള സ്ഥലമാണ്. അതിൽ നിന്ന് വലിയ വരുമാനം അവർ നേടുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ. നാർക്കോട്ടിക് ജിഹാദിനെ അങ്ങനെ ബന്ധിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി താമരശ്ശേരിയിൽ ഈ ജോർജ് തോമസ് എന്ന് പറഞ്ഞ നേരത്തെ MLA ആയിരുന്നു CPM-ന്റെ. അപ്പോൾ ഗൾഫിലുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ യുവതിക്ക് വേറൊരു ഇതുപോലൊരു പ്രണയം വേറൊരു മത അനുയായിയായ ഒരാളിൽ നിന്ന്. അതിൽ ഈ ജോർജ് തോമസ് ഇടപെട്ടത് ശരിയായില്ല എന്നാണല്ലോ പാർട്ടി കണ്ടെത്തിയത്. അവിടെ ബിഷപ്പും ഒക്കെ അതിനെതിരെ നിലപാടെടുത്തിരുന്നു. അപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഇടുക്കി, പാല, താമരശ്ശേരി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ 3 രൂപതകൾ വരുന്നുണ്ട്. ഇത് പൊതുവെ ക്രൈസ്തവ സഭകൾ കൈകാര്യം ചെയ്തു വരുന്ന ഒരു സംഭവമാണിത്. ഭാഷാപരമായ പ്രശ്നം മാറ്റിവെച്ചാലും ഇങ്ങനൊരു സംഭവം നടക്കുന്നത് VS അച്യുതാനന്ദനാണല്ലോ ഇതേപ്പറ്റി ആദ്യമായിട്ട് സംസാരിച്ചത്. അതാണ്. അപ്പൊ ഈ ഇടുക്കി ഈ സൺഡേ ക്ലാസ്സുകളിൽ മറ്റേ വിശ്വാസോത്സവം എന്ന് പറഞ്ഞതിൽ 10, 11, 12 ക്ലാസ്സുകളിൽ കുട്ടികളെയാണ് ഇത് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഞാൻ കണ്ടു. പ്രണയം, ലവ് ജിഹാദ് എന്നാണ് ശീർഷകം തന്നെ. അപ്പോൾ പ്രണയത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് നടത്തിയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ സുജാതൻ പറഞ്ഞ പോലെ VS അച്യുതാനന്ദൻ ഇത് പരാമർശിച്ചിരുന്നു എന്ന് ആ കുറിപ്പിൽ പറയുന്നുണ്ട്. ജേക്കബ് പുന്നൂസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ജേക്കബ് പുന്നൂസ് എന്ന് പറഞ്ഞ പോലീസ് മേധാവി ഇത് അന്വേഷിച്ചിരുന്നു. ഇങ്ങനൊരു കാര്യം നടക്കുന്നതായിട്ട് അതിൽ പറഞ്ഞിരുന്നു.
എന്നിട്ട് അതിൽ 5500 പേര് ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് സഭ ആ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള കുറിപ്പ്. അത് കേരളത്തിൽ നിന്നാണോ 5000? അതാണ് കേരളത്തിലെ ആ സഭാ മക്കളായ 5500 പേരുടെ കാര്യമാണ് അതിൽ പറയുന്നത്. ആ കണക്ക് സഭ ഓരോ രൂപതയിൽ നിന്നും പോകുന്നവരുടെ കണക്കൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. ഇത് അഫ്ഗാനിസ്ഥാനിലെ IS ഖൊറാസാനിൽ ചേർന്നവർ തന്നെ ആകണമെന്നില്ല, വേറെ പല സ്ഥലത്തേക്കൊക്കെ പോയിട്ട് വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളൊക്കെ കാണുമല്ലോ. ഇത് ക്രിസ്ത്യൻ സഭകൾക്കും ക്രിസ്ത്യൻ കുടുംബങ്ങൾക്കും മാത്രമാണോ പ്രശ്നം? ക്രിസ്ത്യൻ യുവതികളാണോ കൂടുതലും പോകുന്നത്? മറ്റ് സമുദായം ഹിന്ദു കുട്ടികളും പോകുന്നുണ്ടല്ലോ. ഹിന്ദു കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ട്, പലരും പെടുന്നുണ്ട്. വിദേശത്തേക്ക് കടക്കാതെ തന്നെ ഇവിടെ പെട്ടുപോയ ധാരാളം ആളുകളെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഘടന ഇപ്പോൾ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുണ്ടല്ലോ, തിരിച്ചു കൊണ്ടുവരുന്നവർ. അതിൽ സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ പെട്ടുപോയ പെൺകുട്ടികൾ, അവരുടെ ഏറ്റുപറച്ചിൽ പിന്നെ അതെ അതെ, അവിടുന്ന് ചില ആളുകളൊക്കെ എന്നെയും ഇങ്ങനെ സംഘടനയുടെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ചില ഘട്ടങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ തന്നെ പോയി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് കുറ്റിപ്പുറത്ത് MESന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ആർക്കിടെക്ചർ പഠിക്കാൻ പോയിട്ട് ഇങ്ങനെ പെട്ടുപോയിട്ട് രാമേന്ദ്രൻ വന്നൊന്ന് എൻ്റെ മകളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോഴേക്കും ആ കുട്ടി മതമൊക്കെ മാറിയിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് അവർക്ക് ഹിന്ദു മതത്തിനെ പറ്റിയൊക്കെ ഇപ്പോൾ കുറച്ച് ഇടതുപക്ഷ മനസ്സുള്ള കുടുംബങ്ങളിലൊന്നും ഒരു ധാരണയൊന്നും ഉണ്ടാകില്ലല്ലോ. ഞാനും ആ കുട്ടിയോട് ഹിന്ദു മതത്തിനെ പറ്റി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞത് ബ്രഹ്മാവിനെ പറ്റിയല്ലേ എന്ന് കുട്ടി അവസാനം ചോദിക്കുകയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത് എന്നുള്ള കാഴ്ചപ്പാട് ഹിന്ദു മതത്തിലുള്ളവർക്കും ഉണ്ട്. ഇത് ക്രൈസ്തവരുടെ പ്രശ്നം മാത്രമൊന്നുമല്ല. എനിക്ക് പലപ്പോഴും ഇതേപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. ഈ ധാരാളം ഈഴവ യുവാക്കൾ ഈ ട്രാപ്പിൽ വീഴുന്നുണ്ട്, യുവതികൾ ഈ ട്രാപ്പിൽ വീഴുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം പിന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവിൻ്റെ വചനം അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിലെ തകരാറാണ്. അതുകൊണ്ട് ഏത് മതമായാലും നമ്മൾ നന്നായാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഓഫർ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണോ ആ വിഭാഗത്തിൽപ്പെട്ട യുവതികൾ കൂടുതൽ ലവ് ജിഹാദിന് ഇരകളായി പോകുന്നത്? അല്ല, ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ പറയുന്നത് ഈ ക്രൈസ്തവർ, പ്രത്യേകിച്ച് ഈ വൈക്കത്തെ കേസ് മാത്രല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കാറ് കൊണ്ടുപോയി ഇടിച്ച സംഭവം ഉണ്ടല്ലോ. ഒരു കാറ് നേരത്തെ മേടിച്ചിട്ട് ഒരാള് വേറെ ഹിന്ദു സമുദായത്തിലെ ഒരു വിവാഹിതയെ കാറ് കയറ്റിയിട്ട് ഒരു ട്രക്കിലിടിച്ച് ആത്മഹത്യ ചെയ്തൊരു സംഭവം. അതൊക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങൾ ധാരാളം ഉള്ളപ്പോൾ ഈ ക്രൈസ്തവരത് കുറച്ചുകൂടി ജാഗ്രതയായിട്ട് സംഘടിത മതം എന്നുള്ള നിലയ്ക്ക്. അല്ല, എൻ്റെ ഈ ചോദ്യത്തിന് ടച്ച് ചെയ്തില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവിൻ്റെ മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളടത്ത് അവിടെ ഗുരുവിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതെ, ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഈ ഏകം എന്നുള്ളത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളടത്ത് ഈ ഒന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഫിലോസഫിക്കലി തെറ്റായി പോകും. ഒന്ന് ഏകം എന്ന് സംസ്കൃതത്തിലെ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ഗുരു ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്വൈതമാണ്, അഭിന്നം എന്നാണ് ഏകം എന്ന് പറയുന്നത്. അദ്വൈതത്തിലുള്ള അദ്വൈത തത്വചിന്തയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ എൻ്റെ ജാതി മാത്രമെന്നോ എൻ്റെ മതം മാത്രമെന്നോ എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മുടെ നാട്ടിൽ മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്ന ലവ് ജിഹാദിന്റെ പ്രണേതാക്കൾക്ക് ഇതൊരു ഏണിയായി തീരാനിടയുണ്ട്. അത് ഏണിയാവും. അങ്ങനെയാണെങ്കിൽ അവര് ഉപദേശിക്കുമ്പോൾ നിങ്ങളുടെ ഇതിൽ ഇങ്ങനെ 16,008 എന്നൊക്കെ പറയുന്നു. ആളുകൾ ദൈവം ഇഷ്ടം പോലെ പെണ്ണുങ്ങളുമായിട്ട് രമിക്കുന്നതായിട്ട് പറയുന്നു. ഞാനൊരിക്കൽ വടകരയിലൊരു പ്രസംഗത്തിന് പോയപ്പോൾ ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടക്കണം എന്ന് പറഞ്ഞ് നോക്കി ഏതൊരു മൗലവി ഇത്
ഒരു ഇസ്ലാമിക സംഘടനയുടെ മീറ്റിങ്ങിലാണ് എന്നെ വിളിച്ചത്. എനിക്ക് സത്യത്തിൽ ഉറക്കം വന്നില്ല. ശിവരാത്രി എന്ന് പറഞ്ഞാൽ ശിവൻ ധാരാളം സ്ത്രീകളുമായിട്ട് രമിക്കുന്നതെന്നൊക്കെയാണ് ഈ മൊല്ലാക്ക പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട് എൻ്റെ അകത്ത്. ഈ കേരള സ്റ്റോറിയിലും നമ്മൾ നോക്കുമ്പോൾ ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ ഈ 2 മുസ്ലിം യുവതികൾ ഒരു ഹിന്ദു യുവതി അങ്ങ് ഏറ്റെടുത്തിട്ട് അവര് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്. ഈ ദൈവമാണ് ശരിയായ ദൈവം, ഇത് എന്താണ് സത്യ ദൈവം, സത്യവിശ്വാസം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഖുർആൻ വചനങ്ങളൊക്കെ. ആ സ്ഥാപനത്തിന്റെ പേര് സത്യസരണി എന്നാണ്. സത്യസരണി പൊന്നാനി. അപ്പോൾ സത്യസരണിയിലൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് ഈ മസ്തിഷ്ക പ്രക്ഷാളനം സത്യസരണിയിലും അല്ല നടത്തുന്നത്. ഈ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ ഈ മുസ്ലിം സമുദായത്തിലുള്ള പെൺകുട്ടികളും ഉണ്ടാവും, സഹപാഠികൾ. അത് ഇവിടെ അങ്ങനെ നടക്കുന്നത് സത്യമാണ്, അങ്ങനെ നടക്കുന്നുണ്ട്. മറ്റേ കുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു കുറ്റിപ്പുറത്തെ. അപ്പോൾ ഇവർ സഹപാഠികൾ ആണ് അങ്ങനെ ഇങ്ങനെ നീ ഇങ്ങനെ ധരിച്ചു നോക്ക്, ഹിജാബ് ധരിച്ചു നോക്ക്, പടിപ്പടിയായിട്ടാണ് ഈ കയറ്റി കൊണ്ടുപോകുന്നത്. ഹിന്ദുമതത്തിൽ ധാരാളം ആളുകൾ അങ്ങനെ പെട്ടുപോകുന്നുണ്ട്, തിരിച്ചു വരുന്നവരും ഉണ്ട് പോകുന്നതുമൊക്കെ. പക്ഷേ ഈ IS ഖൊറാസാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറവാണ്. പക്ഷേ മതം മാറ്റങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. റിവേഴ്സ് സംഭവം വളരെ കുറവാണ് കാര്യം. അതായത് ഹിന്ദു മതത്തിലെയോ ക്രിസ്തു മതത്തിലെയോ പെൺകുട്ടികൾ ഇങ്ങനെ പെട്ടുപോകുന്നുണ്ട്. പക്ഷെ തിരിച്ച് അവിടെ നിന്നുള്ള പെൺകുട്ടികൾ, ക്രിസ്തീയ യുവാക്കളോ ഹിന്ദു യുവാക്കളോ മുസ്ലിം യുവതികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതാണ് അങ്ങനെ ഒരു കൊലപാതകവും നടന്നിട്ടുണ്ട്. അതെ. അപ്പോൾ അതുപോലത്തെ സാധനത്തിനേക്കാൾ ആ റിവേഴ്സ് പ്രോസസ്സ് അങ്ങനെ കാണുന്നുമില്ല. അപ്പൊ ഇതിന്റെ പിന്നിലൊരു ആസൂത്രണം ഉണ്ട്, അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. അതുണ്ട്, ഫണ്ട് വരവുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മാധവ് കുട്ടിയുടെ. അതെ, കേരളത്തിലെ ആദ്യത്തെ ഒരുപക്ഷെ അറിയപ്പെടുന്ന ആദ്യത്തെ ലവ് ജിഹാദ് കമലാദാസിൻ്റെതാണ്. അതായത് അത്തരം ആളുകളെ കൂടി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് 16-ാം നൂറ്റാണ്ടിലൊക്കെ നോബിളി എന്ന് പറഞ്ഞിട്ടൊരാൾ ഈ ഭാഗത്തുമൊക്കെ വന്ന് മധുരയിലുമൊക്കെ താമസിച്ചിട്ട് ഈ ബ്രാഹ്മണരെ മറ്റേ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരാം. അതായത് ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്സിസത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആദ്യം EMSനെ എടുക്കുമ്പോഴും മുകളിലുള്ള ആദ്യ ബ്രാഹ്മണനെ എടുത്തു കഴിഞ്ഞാൽ കൂടെ ചെറുമന്മാരും വന്നോളും, അവർക്ക് കൂടുതൽ ക്രെഡിബിലിറ്റി കിട്ടും എന്നുള്ള വിചാരത്തിൽ ഈ നോബിളിയൊക്കെ വന്നിട്ട് ഈ പൂണൂല് ഇട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്, ഈ വന്ന പാതിരി തന്നെ. അപ്പോൾ ബ്രാഹ്മണരെ ഇതിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് സംസ്കൃത ശ്ലോകങ്ങൾ ഉണ്ടാക്കുമോ പലരെയൊക്കെ കൊണ്ട്. അങ്ങനെ പല തന്ത്രങ്ങളൊക്കെ ഇവർ പല കാലത്തും ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ. അതായത് ഏതോ ഒരു വർഷമൊക്കെ തീരുമാനിച്ചിട്ട് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം, അതിന് നമ്മളിങ്ങനെ ചെയ്യണം, നമുക്ക് കൂടുതൽ ജനസംഖ്യ ഉണ്ടാകണം. അപ്പോൾ ജനസംഖ്യ, ഇതിന് മുമ്പൊരു ചർച്ചയിൽ നമ്മൾ ഈ ഭാഗം ചർച്ച ചെയ്തതാണ്. ഇത് പണ്ടേ ശ്രദ്ധാനന്ദ ആര്യ സമാജത്തിലെ ശ്രദ്ധാനന്ദ ഹിന്ദു സംഘടൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, ഹിന്ദു സംഘടന, ഹിന്ദു ഐക്യം എന്നൊക്കെ പറയാവുന്ന ഒരു പുസ്തകം എഴുതിയതിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നു മുമ്പ് തന്നെ. ഈ ഇസ്ലാമിക ജനസംഖ്യ കൂടുന്നതിനെ പറ്റിയും ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നതിനെ പറ്റിയൊക്കെ ഡെമോഗ്രഫിക്കലി അത് ഇന്ത്യയിൽ സംഭവിക്കുന്നതായിട്ടൊക്കെ അറിയാം. പക്ഷേ മുസ്ലിം ജനസംഖ്യ കൂടാനുള്ളൊരു വഴിയാണ് ഈ ലവ് ജിഹാദ്. ഇത് ഇത്രയും രൂഢമൂലമായ ഒരു സാമൂഹിക വിഷയം, രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും അതേപ്പറ്റി വരുന്ന ഒരു സിനിമാറ്റിക് ക്രിയേഷൻ നിരോധിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുത് എന്ന ഒരു വിലക്ക് വരുന്നത്, അത് ഗവൺമെൻറ് തലത്തിൽ വരുന്നത്
എത്ര തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണ്, എത്ര ആശാസ്യമാണ്. അതെ, അത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാലത്ത് ആടുജീവിതം മറ്റേ അറബ് രാജ്യങ്ങൾ നിരോധിച്ചപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയൊന്നും ഈ ഇടതുപക്ഷത്തുള്ള ആരും മിണ്ടുന്നില്ല. വലിയ സച്ചിദാനന്ദനോ NS മാധവനോ സി രാധാകൃഷ്ണനും ഒന്നും പറഞ്ഞതായിട്ട് കണ്ടില്ല. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനൊന്നും ബാധകമല്ല. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രമാണ് ബാധകമായിട്ട് ഇവരെടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ഈ മാർക്സിസ്റ്റ് പാർട്ടി ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് അതും നിരോധിച്ചപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രശ്നം വന്നു. അതെ, അതിലും അങ്ങനെയും പ്രശ്നം വന്നിരുന്നു. പിന്നെ ഒരു സിനിമയും വന്നിരുന്നു ക്രിസ്തുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇത് കേരളം, ബംഗാൾ, തമിഴ്നാട് അവിടെയാണ് ഈ കേരള സ്റ്റോറി അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീങ്ങിയത്. ആ 3 സംസ്ഥാനങ്ങൾ നോക്കൂ, കേരളം, ബംഗാൾ, തമിഴ്നാട്, ഈ കപട മതേതരത്വം വാഴുന്ന പ്രദേശങ്ങളാണല്ലോ അവിടെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ ഏതായാലും നമ്മൾ നോക്കുമ്പോൾ ക്രൈസ്തവ സഭകൾ ഇങ്ങനൊരു നിലപാടെടുക്കുന്നത് അത് തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. സഭകൾ ഒരുപാട് കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ജീവൻ മരണ പ്രശ്നമാണിത്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. നമ്മളിപ്പോൾ ഈ ഇടുക്കിയിൽ ഇങ്ങനെ കണ്ടു, പക്ഷേ അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. സഭ ഇന്ത്യയിൽ ആകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ക്രൈസ്തവ ജനസംഖ്യ വിധം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ക്രൈസ്തവ ദമ്പതിമാർ ഒരു കുട്ടി മതി എന്നുള്ള തീരുമാനത്തിലൊക്കെ എത്തിയത് കൊണ്ട് ആ ചാനലുകൾ കൂടുതൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പരിപാടികളും ഒക്കെ കാണിക്കുന്നുണ്ട്. 4 കുട്ടികളുള്ളവരെയൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ അങ്ങനത്തെ പരിപാടി. പാലാ രൂപതയാണെങ്കിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് പഠന സഹായം കൊടുക്കാം, 4ാമത്തെ കുട്ടിയുടെ ചെലവ് മുഴുവൻ വഹിക്കാം, ജോലി കൊടുക്കാം എന്നൊക്കെ പറയും. ഔദ്യോഗികമായി ബിഷപ്പ് കൗൺസിൽ കൂടി തീരുമാനിച്ചതായിരുന്നില്ല. അതെ അതെ. അപ്പോൾ ഇത്തരം ഉത്കണ്ഠകൾ സഭയ്ക്കുണ്ടെങ്കിൽ സത്യത്തിൽ ഈ നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരുടെ മുമ്പിലൊക്കെ ഇത്തവണ മോദി ഈ തേവരയിൽ വന്ന് അന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ എനിക്ക് തോന്നുന്നു 27 ബിഷപ്പുമാരോ മറ്റോ അദ്ദേഹത്തെ കണ്ടിരുന്നു എന്ന് തോന്നുന്നു. ഇത് അവരുടെ ഒരു കൺസേൺ ആണ്. ഇത് അഭിസംബോധന ചെയ്യാൻ പറ്റിയ പാർട്ടി BJP ആണെന്നുള്ള തിരിച്ചറിവ് അതുകൂടി അവർക്കുണ്ട്, സഭയ്ക്കുണ്ട് താനും. അതിൻ്റെ ഇടയ്ക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ഈ മണിപ്പൂർ പോലുള്ള വ്യാജ നെറേറ്റീവുകൾ, ആഖ്യാനങ്ങളും കൂടിയൊക്കെ കൊണ്ടുവരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.